നമസ്കാരം. 2024 എന്ന പുതുവർഷത്തിൽ ചതയ നക്ഷത്രക്കാർക്ക് സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത്. ചതയ നക്ഷത്രക്കാർക്ക് 2024 എന്ന പുതുവർഷത്തിൽ വന്നു ചേരുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഇത് ചതയ നക്ഷത്രക്കാരുടെ 2024 സമ്പൂർണ്ണ പുതുവർഷ ഫലം തന്നെയാകുന്നു. വെള്ളിയാഴ്ച ദിവസം നടത്തിവരുന്ന വിശേഷാൽ ലക്ഷ്മി പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സഹപ്രവർത്തകർ, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ എന്നിവരുമായി ബന്ധപ്പെട്ട് വളരെയധികം സഹായങ്ങൾ, അത് സാമ്പത്തികപരം തന്നെ ആകണം എന്നില്ല, മറ്റു പല രീതിയിലുള്ള സഹായങ്ങൾ, നേട്ടങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു വർഷം തന്നെയാണ് 2024 എന്ന് തന്നെ പറയാം. എന്നാൽ ഇവർ ശ്രദ്ധിക്കേണ്ട കാര്യം, കുടുംബപരമായി പല രീതിയിലുള്ള ക്ലേശങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അത് മനസമാധാനം തകർക്കും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. ധനപരമായി പല രീതിയിലുള്ള നേട്ടങ്ങൾ വന്ന് ചേരാം എങ്കിലും അത് പൊതുവെ കുറയുന്ന ഒരു വർഷമാണ് 2024 എന്ന് തന്നെ പറയാം. കടബാധ്യതകൾ, കടം അല്പം വന്ന് ചേരുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. അതിനാൽ ഏത് കാര്യം ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടതാകുന്നു. അല്ല എങ്കിൽ സാമ്പത്തിക നഷ്ടങ്ങളും കടബാധ്യതകൾക്കും സാധ്യത കൂടുതലാകുന്നു. അതിനാൽ വളരെ ശ്രദ്ധിക്കുക. മന്ദഗതിയിലായിരിക്കും ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. വളരെയധികം പ്രയാസങ്ങൾ വന്നു ചേരാം. എന്നിരുന്നാലും ഈശ്വരാധീനം വർദ്ധിക്കുന്നു എന്ന ശുഭകരമായ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. ആ കാര്യം നിലനിർത്തുക. ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും മനസ്സുരുകി തന്നെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. എന്നാൽ ബിസിനസ് പരമായി നിങ്ങൾ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ട സമയമാണ് എന്ന് തന്നെ പറയാം. നിങ്ങൾ വളരെയധികം ശ്രദ്ധ പുലർത്തിയില്ല എങ്കിൽ, മറ്റൊരു വ്യക്തിയെ ഏൽപ്പിക്കുകയാണ് എങ്കിൽ, നിങ്ങളുടെ കണ്ണെത്തിയില്ല എങ്കിൽ അത് വളരെയധികം പ്രശ്നങ്ങൾക്ക് കാരണമാകും. ചതി സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഒപ്പമുള്ളവരെ വളരെയധികം ശ്രദ്ധിക്കുക. കണ്ണടച്ച് വിശ്വസിക്കരുത് എന്നാണ് പറയുന്നത്. നാട്ടിൽ തൊഴിൽ സാധ്യതകൾ വർദ്ധിക്കുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. തൊഴിൽ മാറുവാൻ, അതേപോലെ തന്നെ തൊഴിൽ ലഭിക്കുവാൻ സാധ്യത കൂടുതൽ കൽപ്പിക്കപ്പെടുന്ന ഒരു വർഷം തന്നെയാണ് 2024. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യയിൽ വളരെയധികം ഉയർച്ച നേടുവാൻ, കരസ്ഥമാക്കുവാൻ സാധിക്കുന്ന സമയം. വിദ്യയിലുള്ള ആലസ്യങ്ങൾ അകന്ന് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ ഇപ്പോൾ ശ്രമിക്കുകയാണ് എങ്കിൽ വളരെ വലിയ വിജയങ്ങൾ തന്നെ നിങ്ങൾക്ക് കരസ്ഥമാക്കാം. വസ്തുവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. വസ്തു വിൽക്കുവാനും വാങ്ങുവാനും അനുകൂലമായ സമയം. ഈ സമയം വീടുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് താല്പര്യങ്ങളുണ്ട് എങ്കിൽ, വീട് വാങ്ങുവാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് ഈ സമയം വളരെ അനുകൂലമാണ് എന്ന് മനസ്സിലാക്കുക. അതേപോലെ തന്നെ വാഹനം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വാഹനം തന്നെ സ്വന്തമാക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുകൂടി മനസ്സിലാക്കുക. അതിനാൽ വാഹനം, വീട്, വസ്തു തുടങ്ങിയ കാര്യങ്ങൾക്ക് അനുകൂലമാണ് ഈ സമയം. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും നിങ്ങളുടെ മനസ്സിലെ ധൈര്യം ചോർന്നു പോകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. പല കാര്യങ്ങളും ചെയ്യണം എന്ന ആഗ്രഹവുമായി മുന്നോട്ട് പോവുകയും പിന്നീട് അത് ചെയ്ത് പൂർത്തീകരിക്കുവാൻ സാധിക്കാത്ത അവസ്ഥ നിങ്ങൾക്ക് വന്ന് ചേരാവുന്നതാകുന്നു. അതിനാൽ അത്തരം കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും ഒഴിവാക്കുവാനായി മനസ്സിന്റെ ധൈര്യം വർദ്ധിപ്പിക്കുക എന്ന കാര്യം തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ട ഒന്ന് തന്നെയാകുന്നു. കൂടാതെ നിങ്ങളുടെ മനസ്സിന്റെ ധൈര്യം വർദ്ധിപ്പിക്കുവാൻ മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന തടസ്സങ്ങൾ ഒഴിവാക്കുവാനും ഞാൻ ഈ പറയുന്ന വഴിപാട് അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ, ദേവി ക്ഷേത്രത്തിൽ നടത്തുക. ഗണപതി ഹോമമാണ് എല്ലാ മാസവും നിങ്ങളുടെ പേരിൽ നടത്തേണ്ടത്. ജന്മനക്ഷത്ര ദിവസം തന്നെ നടത്തുവാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ അടുത്തുള്ള ഭഗവതി ക്ഷേത്രത്തിൽ ഭഗവതി സേവ നടത്തുക എന്ന കാര്യവും ചെയ്യുക. ഭഗവതി സേവയ്ക്കൊപ്പം ഗണപതി ഹോമം കൂടി നടത്തണം. എന്നാൽ പൂർണ്ണഫലം നിങ്ങളിൽ വന്നു ചേരും. ഇത്തരത്തിൽ ചെയ്യുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. കൂടാതെ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്ന കാര്യവും നാം ചെയ്യേണ്ടതാണ്. കാരണം കുടുംബദേവതയുടെ കടാക്ഷം നിങ്ങളിലേക്ക് വന്നു ചേരുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അനുഭവിക്കുന്ന പല ദുരിതങ്ങൾക്കും കഷ്ടതകൾക്കും മോചനമാകും എന്ന് തന്നെ പറയാം. നീണ്ടുപോകുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാനുള്ള സാധ്യതകൾ ഇരട്ടിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത്. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടുവാൻ
സാധിക്കുന്ന അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. സന്താനങ്ങൾക്ക് ഉയർച്ച നേടുവാൻ സാധിക്കും. അത് നിങ്ങൾക്ക് വളരെയധികം സന്തോഷം പകർന്നു നൽകുന്ന കാര്യമായി തന്നെ മാറും. രാഷ്ട്രീയപരമായി നോക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്ന സമയമാകുന്നു. ഈ സമയം നിങ്ങൾക്ക് പല ചതികളും പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാൽ അതെല്ലാം ഫലപ്രദമായി നിങ്ങൾക്ക് തടയുവാൻ സാധിക്കും എന്ന കാര്യവും നാം ഓർത്തിരിക്കേണ്ടതാകുന്നു. അത്തരത്തിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ പോകുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. പല വിധത്തിലുള്ള തടസ്സങ്ങളും പ്രതിസന്ധികളും നിങ്ങൾക്ക് വന്നു ചേരാം. അത് തരണം ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വളരെയധികം ഉയർച്ച രാഷ്ട്രീയപരമായി വന്ന് ചേരുന്നതാകുന്നു. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുവാനും കൂടാതെ ജനങ്ങളിൽ നിന്നും സ്വീകാര്യത വർദ്ധിപ്പിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത്. ആത്മീയപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക. അതേപോലെ തന്നെ അമ്പലങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾ കൈവരിക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്ന ഒരു വർഷം തന്നെയാണ് 2024. രോഗങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ വഴിമാറിപ്പോകുന്ന അവസരം കൂടിയാണ് എന്ന് തന്നെ പറയാം. രോഗാവസ്ഥയിൽ നിന്നും അല്പം മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാകുന്നു. അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന പല പ്രവർത്തനങ്ങളിലും അംഗീകാരം നേടിയെടുക്കുവാൻ സാധിക്കുന്ന അവസരങ്ങൾ വന്നു ചേരും. നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും മറ്റുള്ളവരുടെ അംഗീകാരങ്ങൾക്ക് പാത്രമാകും എന്ന കാര്യവും ഓർക്കേണ്ടതാകുന്നു. ഈ സമയം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അപകടങ്ങളുമായി ബന്ധപ്പെട്ടാകുന്നു. അപകടങ്ങൾ വളരെയധികം വർദ്ധിക്കുവാൻ സാധ്യത കൂടുതൽ കൽപ്പിക്കപ്പെടുന്ന ഒരു വർഷം തന്നെയാണ് 2024. പ്രത്യേകിച്ചും നിങ്ങൾ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ് എങ്കിൽ ഈ കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. മദ്യപിച്ച് ഒരിക്കലും വാഹനം കൈകാര്യം ചെയ്യരുത് എന്ന കാര്യം എപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കേണ്ടതാകുന്നു. അപകട സാധ്യത വളരെ കൂടുതലാകുന്നു. അതിനാൽ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി എല്ലാ മാസവും ജന്മനക്ഷത്രത്തിൽ നടത്തുന്നതും ഏറ്റവും ശുഭകരമാകുന്നു. അതോടൊപ്പം നിത്യവും മൃത്യുഞ്ജയ മന്ത്രം 108 തവണ ജപിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു. കൂടാതെ നിങ്ങൾ ശ്രീരാമസ്വാമിക്ക് അഭിഷേകം നടത്തുന്നതും ഏറ്റവും ശുഭകരമാകുന്നു. അടുത്ത് ശ്രീരാമസ്വാമിയുടെ ക്ഷേത്രമുണ്ട് എങ്കിൽ ഈ കാര്യം മറക്കാതെ നിങ്ങൾ ചെയ്യേണ്ടതാകുന്നു. ഈ കാര്യങ്ങളാണ് പ്രധാനമായും പറയേണ്ടതായിട്ടുള്ളത്. എങ്കിലും നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വർഷം തന്നെയാണ് 2024 എന്ന് പറയാം. കാരണം പല രീതിയിലുള്ള ദുരിതങ്ങളാണ് നിങ്ങൾക്ക് വന്ന് ഭവിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ ഈ കാര്യങ്ങൾ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒപ്പം നിൽക്കുന്നവരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങളല്ല വന്ന് ചേർന്നിരിക്കുന്നത്. പല രീതിയിലുള്ള പ്രയാസങ്ങൾ ഒപ്പം നിൽക്കുന്നവരുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വന്ന് ചേരാവുന്നതാകുന്നു. സാമ്പത്തികപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധ പുലർത്തേണ്ടതാകുന്നു. കൃഷിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ലാഭം അല്പം വർദ്ധിക്കും എങ്കിലും ധനപരമായി പല രീതിയിലുള്ള തടസ്സങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അതിനാൽ കൃഷി ചെയ്യുന്നവർ തീർച്ചയായും ഗണപതി സ്വാമിയെ ആരാധിക്കുന്നതും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഏറ്റവും ശുഭകരമാകുന്നു. നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം അപകടങ്ങൾ തന്നെയാകുന്നു. മുൻപ് പരാമർശിച്ച കാര്യങ്ങൾ ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ നോക്കേണ്ടതാകുന്നു. ഏവർക്കും വളരെ ശുഭകരമായ ഒരു വർഷം തന്നെ വന്ന് ഭവിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു.